നമ്പർ 51 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഈച്ച് ഓഫ് ദ പ്രോബ്ലം ബിലോ ദ സർക്കിൾ ആൻഡ് കോഡ് ഈസ് ഡ്രോൺ. നമ്മളൊരു സർക്കിളിനെ ഒരു കോഡ് വരച്ച് രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ നോക്കാം, എ എന്ന് പറയുന്നത് ബി ആണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു കോഡ് വരച്ച് ഈ ഒരു സർക്കിളിനെ രണ്ട് പാർട്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പാർട്ടിൽ വരയ്ക്കുന്ന ആംഗിൾസ് എല്ലാം 80 ഡിഗ്രി ആണെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നോക്കാം, ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി 80 ഡിഗ്രി ആയിരിക്കണം. അതായത് നമ്മൾ ഈ ഒരു കോഡാണ്, ഇതിന് നമ്മൾ ഒരു പാർട്ട്, ഇത് രണ്ടാമത്തെ പാർട്ട്. ഈ കോഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുന്ന ഈ ആംഗിൾസ് എല്ലാം ഈ സെഗ്മെന്റിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരയ്ക്കുന്ന എല്ലാ ആംഗിൾസും എത്ര ഡിഗ്രി ആയിരിക്കും മക്കളെ? 80 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ നമുക്കറിയാം, ഒരു സർക്കിൾ നമ്മൾ വരച്ചു, ഈ സർക്കിളിന്റെ ഒരു കോഡാണ് എയും ബിയും തന്നേക്കണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരയ്ക്കുന്ന ഈ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ ആർക്ക് ഫോം ചെയ്യുന്ന സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് 2x ഡിഗ്രി ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ നോക്കാം, അനദർ എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഇത് എ ബി എന്ന് പറഞ്ഞ ഒരു ആർക്കാണ്. ഈ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് നമ്മളൊരു ആംഗിൾ 40 ഡിഗ്രി ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഈ 40യുടെ ഇരട്ടി 80 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മൾ ഏതാണോ കോഡ് എടുക്കുന്നത് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരയ്ക്കുന്ന ആംഗിൾ മെയ്ഡ് ബൈ ജോയിനിങ് എനി പോയിന്റ് ഓൺ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ എടുക്കുന്ന ആംഗിൾ എക്സ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 2x ആയിരിക്കും. അപ്പൊ ഇവിടെ എക്സാമ്പിൾ നോക്കിയാൽ 40 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും 80 ഡിഗ്രിയാണ്. ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി 80 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 80 ആണ്, ഈ ആംഗിൾ 80 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിളിനകത്തും ഫോം ചെയ്യുന്ന സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ 80 ആണെങ്കിൽ നമ്മൾ ഇവിടെ 40 ആണെങ്കിൽ 80. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 180 ഡിഗ്രി. ഈ 80 ഡിഗ്രിയുടെ നേരെ ഡബിൾ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 160 ഡിഗ്രി വരും. ഇതാണ് നമുക്ക് കിട്ടിയേക്കണം. ഇനി ഇത് എങ്ങനെ നമുക്ക് ഇതൊന്ന് സർക്കിളിലേക്ക് വരയ്ക്കാൻ നോക്കാം. ആദ്യമേ നമുക്ക് സർക്കിളിന്റെ സെന്റർ അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു റേഡിയസിൽ ഒരു സർക്കിൾ വരച്ച് ഒരു റേഡിയസ് ഇവിടെ നമ്മൾ സെന്റർ അടയാളപ്പെടുത്തുക. ഓ എന്ന് പറഞ്ഞ് സെന്റർ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ഈ പ്രൊട്രാക്ടർ വെച്ച് നമ്മൾ എന്താണ് ഈ 160 ഡിഗ്രി സെൻട്രൽ ആംഗിൾ നമ്മൾ അടയാളപ്പെടുത്തണം. അപ്പൊ നമ്മൾ 160 ഡിഗ്രി സെൻട്രൽ ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ പ്രൊട്രാക്ടർ നേരെ ഇവിടെ വെച്ച് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഈ 160 ഡിഗ്രി ഇവിടെ അടയാളപ്പെടുത്തും. അപ്പൊ ഏകദേശം ഇവിടെ ആയിട്ട് വരും, 160 ഡിഗ്രി വരും. അപ്പൊ നമ്മൾ അത് രണ്ടും ഈ രണ്ട് ഓയിൽ നിന്ന് ഈ 160 ഡിഗ്രി നമ്മളൊന്ന് ഫോം ചെയ്യണം. അപ്പൊ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 160 ഡിഗ്രി വരും. എന്നിട്ട് ഈ രണ്ട് പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്ത് ഒരു കോഡ് ഫോം ചെയ്യണം. കോഡ് വരയ്ക്കും. അപ്പൊ നമുക്കത് ഈ പറഞ്ഞേക്കണം കോഡായി. ഇനി ഈ കോഡ് എങ്ങനെയായിരിക്കും? ഈ സർക്കിളിന് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇതൊരു ഫസ്റ്റ് പാർട്ട്, ഇതൊരു സെക്കൻഡ് പാർട്ട്. ഇനി ഈ ഇവിടെ 160 ഡിഗ്രി ആണെങ്കിൽ ഈ സെയിം കോഡിൽ നിന്ന് പോകുന്ന എ ബി എന്ന് പറയുന്ന സെയിം കോഡിൽ നിന്ന് നമ്മൾ ഈ ഇതിന്റെ ഓപ്പോസിറ്റ് ആർക്കിലേക്ക് വരയ്ക്കുന്ന ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരയ്ക്കുന്ന ആംഗിൾസ് എല്ലാം എന്തായിരിക്കും മക്കളെ? ഇവിടെ 80 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നമ്മൾ വരച്ചാലും അതും നമുക്ക് എന്തായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നമ്മൾ 80 ഡിഗ്രി ആയിരിക്കും. ഇത് നമുക്ക് 80 ഡിഗ്രി വരും. അപ്പൊ നമ്മുടെ ആൻസർ ആയില്ലേ നോക്കിയേ. അപ്പൊ ഇവിടെ ഫസ്റ്റ് വൺ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? അതായത് ആദ്യമേ ഒരു സർക്കിൾ വരച്ചു. ആ സർക്കിളിനകത്ത് നമ്മളൊരു കോഡ് വരച്ചു. രണ്ട് പോയിന്റ് കോഡ് എന്ന് പറഞ്ഞാൽ ആ സർക്കിളിന് രണ്ട് എൻഡിലേക്ക് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക. രണ്ട് എൻഡുകളും ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചു. അപ്പൊ എ ബി എന്ന് പറഞ്ഞ കോഡ് വരച്ചു. ആ കോഡ് ഈ സർക്കിളിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യും? രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ സെഗ്മെന്റിന്റെ ഓൾട്ടർനേറ്റ് സെഗ്മെന്റിലേക്ക് വരയ്ക്കുന്ന ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? ഏതായിരിക്കും? എത്ര ആംഗിൾസ് വന്നാലും ആ ആംഗിൾസ് എല്ലാം നമുക്ക് എത്ര വരും എന്നാ പറഞ്ഞേക്കണേ? 80 ഡിഗ്രി ആണെന്ന് നമ്മൾ പറഞ്ഞേക്കണേ 80 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്കറിയാം ഈ ഫസ്റ്റ് ഈ ഒരു സെഗ്മെന്റ്, ഈ സെഗ്മെന്റ് ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് ആണ് ഈ വരുന്നത്. ഇതിനകത്തേക്ക് വരയ്ക്കുന്ന ആംഗിൾ 80 ഡിഗ്രി ആണെങ്കിൽ ഈ സെഗ്മെന്റിനകത്ത് വരുന്ന സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ എത്ര വരുന്നുവോ അതിന്റെ ഡബിൾ ആയിരിക്കും. ഇവിടെ 80 ഡിഗ്രി ആയതുകൊണ്ട് അതിന്റെ സെൻട്രൽ ആംഗിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 160 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ വരയ്ക്കാം? ആദ്യമേ നമുക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കാം. ആ സർക്കിളിനകത്ത് നമ്മളൊരു റേഡിയസ് ഇതുപോലെ ഫസ്റ്റ് വൺ അടയാളപ്പെടുത്തി. എന്നിട്ട് ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് നമ്മൾ എത്രയാണ്? 160 ഡിഗ്രി സെൻട്രൽ ആംഗിൾ വരയ്ക്കാം. ആ 160 സെൻട്രൽ ആംഗിൾ വരച്ചതിന് ശേഷം ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് ആ കോഡ് വരച്ച് ആ സർക്കിളിനെ രണ്ട് പാർട്ടാക്കി. എന്നിട്ട് ഈ ഒരു കോഡിൽ നിന്ന് ഈ രണ്ട് എ ബി എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് ഇതിന്റെ സെൻട്രൽ ആംഗിൾ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ആയിരിക്കുമല്ലോ. ഈ സെൻട്രൽ ആംഗിളിൽ നിന്ന് നമ്മൾ ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരയ്ക്കുന്ന എല്ലാ ആംഗിളും ഇവിടെ 160 ആണ്, ഇവിടെ 80 ആയിരിക്കും, ഇവിടെ 80 ആയിരിക്കും. അങ്ങനെ എത്ര ആംഗിൾസ് ഫോം ചെയ്താലും
ആ കിട്ടുന്ന ആംഗിൾസ് എല്ലാം നമുക്ക് എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി ആയിരിക്കും. നമുക്ക് പറഞ്ഞേക്കണം കണ്ടീഷൻസ് കറക്റ്റ് ആയി.